ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ പപ്പയുടെ കൃഷിത്തോട്ടത്തിൽ നിൽക്കുന്നതാണത്. പപ്പയ്ക്കാണെങ്കിൽ കുഞ്ഞൊരു വലിയ കൃഷിത്തോട്ടമുണ്ട്. അതിനകത്ത് മത്തൻ, പാവൽ, പയറ്, കോവൽ മുതലായ കൃഷിയുണ്ട്. ഇതൊക്കെയാണ് നട്ടുപിടിപ്പിച്ചിട്ടേക്കുന്നത്. നമ്മളിങ്ങനെ തേരാ പരാനത്തോടെ കയറി കിടക്കുന്നതാണ്. ആന കരിമ്പൻകാട്ടിൽ കയറിയുന്നത് പോലെ എനിക്കതിനകത്ത് കയറി നടന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ പിന്നെ അങ്ങനെ നോക്കിയില്ല. അതിന് കുറച്ച് പാവയ്ക്ക പറിച്ചെടുത്തു. പിന്നെ കോവയ്ക്ക വിളഞ്ഞതേ ഉള്ളൂ, വിളഞ്ഞില്ല, വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത് പറിച്ചെടുത്തില്ല. മത്തങ്ങയാണെങ്കിലോ മത്തങ്ങ പോലും മത്തയിലയിലാണെങ്കിലോ മത്തങ്ങ പിടിച്ചിട്ടില്ല. മത്തങ്ങ പിടിക്കാൻ പറ്റുന്നില്ല, എന്തോന്ന് അറിഞ്ഞുകൂടാ. മത്തങ്ങ എല്ലാം കേടായി പോവാണ്. കുഞ്ഞു മത്തങ്ങ പിടിച്ച് വരും, മൊത്തവും കേടായി പോകണം. അത് നമ്മുടെ വീട്ടിൽ മത്തങ്ങ പിടിക്കുന്നില്ല. എന്താണ് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയത് കണ്ടപ്പം. എന്ന് വെച്ചാൽ ഒരു മത്തങ്ങ പോലും കിട്ടില്ലല്ലോ. ഒരു നല്ല ഫ്രഷായിട്ടൊരു മത്തങ്ങ കിട്ടണമെന്നെങ്കിൽ എന്ത് രസമായിരുന്നേ. അതുകൊണ്ട് ഞാൻ കുറച്ച് മത്തയുടെ ഇലയൊക്കെ പറിച്ചെടുത്ത് അതിനെ നമുക്ക് തോരൻ വെച്ച് കഴിക്കാമല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇതൊക്കെ പറിച്ചെടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിലോ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഈ ഇലയൊക്കെ പറിച്ചിട്ട് ശേഷം നോക്കുമ്പോൾ അതിനകത്ത് ഒരു വലിയ തുമ്പി അവിടെ നിൽപ്പുണ്ടായിരുന്നു. തുമ്പി പറന്നു പോയി, എന്നെ പിടിച്ചില്ല. എന്തിലോ ഒരു തുമ്പി, അതിനെ കിട്ടിയില്ല, നീ അതങ്ങ് പറന്നു പോയി. പിന്നെ ഞങ്ങൾ അതിനകത്ത് കുറച്ച് പയറുണ്ടായിരുന്നു. പയറെന്ന് വെച്ചാൽ സാധാരണ വള്ളിപ്പയറല്ല, ഒരു കുറ്റിപ്പയർ പോലുള്ളത്, അതും മറിച്ചെടുത്തു. അങ്ങനെ ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിനകത്താക്കി നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. വലിയ കൃഷിക്കാരൊക്കെ ഇതൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാൻ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നില്ല. നമ്മൾ ആത്മനിർവൃതിയോടെ നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത്, എന്തായാലും സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവ്യത്ത് തിന്ന എന്നുള്ള രീതിയിൽ ഞാനൊരു ഐസ്ക്രീം കഴിക്കുകയാണ്. പിന്നെ നമ്മൾ ഐസ്ക്രീം അല്ല ഐസ്, അത് കഴിക്കുകയാണ്. അതിലേക്ക് ഐസ് പോയപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതാണ്. പിന്നെ ഒരു വാഴക്കൊല വെട്ടിയായിരുന്നേ. വാഴക്കൊല അവിടെ അടുത്തൊരു ചായക്കടയിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു പാളയം കൊണ്ടുവന്നതാണ്. പിന്നെ ഞങ്ങൾ ചക്കപ്പുഴുക്കുണ്ടാക്കി. ഞാനും അമ്മയും കൂടെയാണ് നിൽക്കുന്നത്. ഇവിടെ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി. ചക്ക അടപ്പേരുന്ന് വേവുന്നു. പിന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. ചമ്മന്തിയും ചക്കപ്പുഴുക്കും ഒക്കെ ഇട്ട് പിന്നെ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചു. കടുങ്കാപ്പി ഉണ്ട്, നമുക്ക് കടുങ്കാപ്പി കേട്ടോ. ഞാൻ ആ പാത്രത്തോടെടുത്ത് മൊത്തം തിന്നുന്നതല്ലേ. ആ പാത്രം എടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്. ഒരു പ്ലേറ്റ് നേരെ ചക്ക പുഴുക്കെടുത്ത് അതിങ്ങനെ നമ്മൾ ഇതിനു വേണ്ടി കാണിക്കുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.